PMS സ്കീമിന്റെ കീഴിൽ MSME പിന്തുണയോടെ കെൽകോൺ സംഘടിപ്പിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എക്സ്പോയായ ഇലക്ട്രിക് വേൾഡ് 2026ന്റെ 9ാമത് പതിപ്പ് പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 27 മുതൽ മാർച്ച് 12 വരെ കൊച്ചി കലൂർ JLN സ്റ്റേഡിയം ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന എക്സ്പോ ജില്ലാ കളക്ടർ G. പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാർക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ആശയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനും സാങ്കേതിക കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വലിയൊരു പ്ലാറ്റ്ഫോമായിരിക്കും ഈ എക്സ്പോ എന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ. എൻ്റെ പേര് സാജു. ഈ കെൽകോൺ എന്ന സംഘടനയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1981 കേരളത്തിൽ ആരംഭിച്ച കേരളത്തിലെ എ ഗ്രേഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമാരുടെ അസോസിയേഷനാണ്. ഞങ്ങൾ ഒന്നിടവിട്ട വർഷങ്ങളിൽ ഇലക്ട്രിക് വേൾഡ് എന്ന എക്സിബിഷൻ സംഘടിപ്പിക്കാറുണ്ട്. അസോസിയേഷൻ പ്രധാനമായും ഊന്നൽ കൊടുക്കുന്നത് അസോസിയേഷനിലെ അംഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ടെക്നിക്കലായിട്ടുള്ള അവയർനെസ് കാര്യത്തിനും കേരളത്തിലെ പൊതുജനങ്ങൾക്ക് ഇലക്ട്രിക്കൽ സംബന്ധമായ അവയർനെസ് ഉണ്ടാവുകയും നിയമപരമായ പല കാര്യങ്ങളിലും ജനങ്ങളുടെ ഒപ്പം നിൽക്കുകയും ഒപ്പം തന്നെ ഇലക്ട്രിക്കൽ സേഫ്റ്റി കാര്യത്തിന് കേരളത്തിലെ ഔദ്യോഗിക ഡിപ്പാർട്ട്മെൻറ്റായ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ നിയമാവലികളും സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ നിയമങ്ങളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സംഘടന കാലങ്ങളായിട്ട് നിറവേറ്റി പോരുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകളും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വേണ്ടുന്ന ടെക്നിക്കലായിട്ടുള്ള അവയർനെസ് ക്യാമ്പയിൻ നടത്തുക, ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ സംഘടനയുടെ മറ്റൊരു ഭാഗമാണ്. അതുകൂടാതെ കേരളത്തിൽ ദുരന്തം സംഭവിക്കുമ്പോൾ, ഇപ്പോൾ മുണ്ടക്കൈ ചുരമല ദുരന്ത പ്രദേശത്തുമൊക്കെ ഞങ്ങൾ പോയിട്ട് അവിടെ കുട്ടികൾക്ക് ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളുടെ സാമ്പത്തികം എടുത്തുകൊണ്ടുള്ള അത്തരം പ്രവർത്തനങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയോടുള്ള പ്രവർത്തനങ്ങളും സംഘടന ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ ഈ സമ്മേളനം നടക്കുന്നത് ഈ മാസം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 2 വരെ എറണാകുളത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന 9ാമത് ഇലക്ട്രിക് വേൾഡ് എക്സിബിഷൻ്റെ പ്രഖ്യാപനത്തോടനുബന്ധിച്ചാണ്. അവിടെ വളരെ വലിയ ഫുള്ളായിട്ട് എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള എക്സിബിഷൻ ഹാള് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഹാളിൽ ലോകത്തുള്ള പ്രമുഖ ഇലക്ട്രിക്കൽ മാനുഫാക്ചറിങ് യൂണിറ്റുകളെ നമ്മൾ ക്ഷണിച്ച് അവരാണ് അവിടെ പ്രദർശനം നടത്തുന്നത്. കെൽകോൺ അതിൻ്റെ സംഘാടകരാണ്. കേരളത്തിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാ പ്രോഡക്റ്റുകളും, സേഫ്റ്റി പ്രോഡക്റ്റ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്ന ടൂൾസ്, കമ്പ്യൂട്ടർ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം ട്രാൻസ്ഫോമർ, വാക്വം സർക്യൂട്ട് ബ്രേക്കർ, LT സ്വിച്ച് ഗിയർ, നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന ELCB, MCB പോലുള്ള സാധനങ്ങൾ, സ്വിച്ചസ്, ഇത്തരം ഇലക്ട്രിക്കൽ പ്രോഡക്ട്സിനെ പറ്റിയുള്ള പ്രോഡക്റ്റിൻ്റെ ഡിസ്പ്ലേ ആണ് എക്സിബിഷനിൽ നടക്കുന്നത്. അത് ഫ്രീ ആയിട്ടാണ് നമ്മൾ ഇത്രയും വർഷം നടത്തുന്ന എക്സിബിഷൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. എല്ലാവർക്കും കടന്നു വരാം. രാവിലെ 10:30 മണി മുതൽ വൈകിട്ട് 7 മണി വരെ പ്രദർശനം ഉണ്ടായിരിക്കും. കേരളത്തിലെ ജനങ്ങൾക്ക് ടെക്നിക്കലായിട്ടുള്ള അവയർനെസ് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാനുള്ള അവസരമുണ്ട്. അതുകൂടാതെ നമ്മുടെ സെമിനാർ ഹാള് അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും 2ഉം 3ഉം സെമിനാറുകൾ, പുതിയ പ്രോഡക്റ്റുകളുടെ അവതരണങ്ങൾ, ഇത്തരം കാര്യങ്ങളെല്ലാം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന സമ്മേളനം ഫെബ്രുവരി മാസം 27 5:30 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിൻ്റെ വൈദ്യരംഗത്തെ തലവനായ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ മുഖ്യപ്രഭാഷണം നടത്തും. മുഖ്യ അതിഥിയായിരിക്കും. അഡീഷണൽ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ പ്രമുഖ ടെക്നിക്കൽ ആളുകൾ, റിട്ടയർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടേഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് മുതലായവരെല്ലാം ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ എക്സിബിഷൻ്റെ ഒരു പ്രത്യേകത, 9ാമത്തെ എഡിഷനോടുകൂടി നമ്മൾ MSME അപ്രൂവ്ഡ് ആയിട്ടുള്ള എക്സിബിഷനായി മാറിയിട്ടുണ്ട്. MSME മിനിസ്ട്രി ഓഫ്
മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രൊക്യൂർമെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് സ്കീമിൽ നമ്മൾ എക്സിബിഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് MSMEകളായിട്ടുള്ള എക്സിബിറ്റേഴ്സിന് അവർക്ക് എക്സിബിഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ചെലവിൻ്റെ 80% MSME ഡിപ്പാർട്ട്മെൻറ്റ് റീംബേഴ്സ് ചെയ്ത് കൊടുക്കും. 80,000 രൂപ സീലിംഗ് അതിനുണ്ട്. അത് ആദ്യമായിട്ടാണ് എക്സിബിഷന് ഇത് അനുവദിച്ച് കിട്ടുന്നത്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് എക്സിബിഷന്. ഈ വർഷത്തെ എക്സിബിഷൻ നമ്മൾ കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അവരുടെ പ്രോജക്റ്റിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. വളരെ വലിയ സമ്മാനത്തോടു കൂടി ആ കോമ്പറ്റീഷൻ നമ്മളത് ചൊവ്വാഴ്ച 22-ാം ദിവസം, എക്സിബിഷൻ്റെ 2ാം ദിവസമായ 28-ാം തീയതി അവരുടെ പ്രോജക്റ്റുകൾ പ്രസൻറ്റ് ചെയ്യാനും ഉള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ രംഗത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ വലിയ ഒരു മുൻഗണന അല്ലെങ്കിൽ പ്രാധാന്യം ഈ എക്സിബിഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കിപ്പോൾ അറിയാം, ഒട്ടുമിക്ക ആളുകളും ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമ ഡിഗ്രിയോ മറ്റോ എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ഈവൻ നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കാതെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്നൊരു പ്രവണത ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിന് നമ്മൾ ഇങ്ങനെ ഒരു തുടക്കം വെച്ചതിന് കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു നമ്മളിങ്ങനെ ഒരു സംഘടന ഉണ്ടെന്നും ആ സംഘടന ഇങ്ങനെയുള്ള പുതിയ ഈ മേഖലയിലേക്ക് വരുന്ന പുതിയ എഞ്ചിനീയേഴ്സിന് എന്തെല്ലാം ഓപ്പണിങ്സ് അവർക്ക് ആവശ്യമുള്ള തുറന്നു കാണിക്കുന്നതിനുള്ളൊരു ഒരു മാധ്യമ ഒരു ഇതായിട്ടും കൂടെ നമ്മുടെ ഈ സംഘടന പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലെ എല്ലാ ഒട്ടുമിക്ക എഞ്ചിനീയറിംഗ് കോളേജിൽ ഞങ്ങളുടെ ഈ ഒരു ഇതിനെപ്പറ്റി അസോസിയേഷനെ പറ്റിയും നമ്മുടെ പ്രവർത്തനത്തെ പറ്റിയും ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. വളരെയധികം പേര് ഇതിനകത്ത് പ്രോജക്റ്റുമായിട്ട് വരുന്നുണ്ട്. അവർക്ക് നമ്മൾ ഒരു പ്രൈസ് ഇത് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പ്രൈസ് 1 lakh, രണ്ടാമത് സെക്കൻഡ് പ്രൈസ് 75,000 രൂപ, തേർഡ് പ്രൈസ് 50,000. അങ്ങനെ ആ ഒരു പ്രൊമോഷണൽ ഇതായിട്ട് അത് നമ്മുടെ സംഘടന ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ ഒരു ഇതിനകത്ത് നമ്മുടെ പുതിയ എഞ്ചിനീയേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് സംഘടന എന്ന് പറയാൻ പറ്റുകയാണ്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ വൻകിട ചെറുകിട വ്യവസായികളെയും അവരുടെ ഫാക്ടറികളിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, അവരുടെ ടെക്നീഷ്യൻസ്, ഇവരെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. അവർക്കാണ് ഈ പരിപാടി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുവാൻ പോകുന്നത്. കാരണം അന്തർദേശീയമായിട്ടുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ പ്രദർശിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ടെക്നോളജിക്കലായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും സാങ്കേതികമായിട്ടുള്ള നൂതനമായിട്ടുള്ള സാങ്കേതിക വശങ്ങൾ അവർക്ക് പഠിക്കുവാനും അത് അവരുടെ ഫാക്ടറികളിലും ഇംപ്ലിമെൻ്റ് ചെയ്യുവാനും ഈ പ്രദർശനം വഴി സാധിക്കും. അതുകൂടാതെ തന്നെ ഈ ഫാക്ടറികളിലെ വൻകിട ഫാക്ടറികളിലും മറ്റും പ്രവർത്തിക്കുന്ന പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾ അവർക്ക് ഒരു സാധനം ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഈ സാധനങ്ങൾ കാണുകയും അതിൻ്റെ പ്രവർത്തനത്തെ പറ്റി പഠിക്കുവാനും അത് എവിടെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി കൂടുതൽ അവബോധം സൃഷ്ടിക്കുവാനും ഈ പരിപാടി കൊണ്ട് സാധിക്കും. അതുപോലെ 4 ദിവസങ്ങളായി നടക്കുന്ന ടെക്നിക്കൽ സെമിനാറുകളും ഇവർക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് ആയിരിക്കും. അതുകൊണ്ട് കേരളത്തിലെ എല്ലാ മേഖലകളിലുമുള്ള വൻകിട ചെറുകിട വ്യവസായികളെയും അവരായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സാധാരണ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും വളരെ കൂടുതലായിട്ട് സ്റ്റോളിൻ്റെ സൈസ് കൂട്ടിയിട്ടുണ്ട്. ഏതാണ്ട് 50,000 സ്ക്വയർ ഫീറ്റിലധികമാണ് ഞങ്ങളുടെ സ്റ്റോളിൻ്റെ ഡിസ്പ്ലേ ഏരിയ ആയിട്ട് മാത്രം വരുന്നത്. അതുകൂടാതെ ഒരു 10,000 സ്ക്വയർ ഫീറ്റ് ഏരിയ കഫേറ്റീരിയയ്ക്കും പ്ലസ് സെമിനാർ ഹാളിനും വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ജനറൽ പബ്ലിക്കിനുള്ള ഒരു സേഫ്റ്റിയും കൂടെ ഇതിൻ്റെ കൂടുതൽ കൺസിഡർ ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും മുന്നേ സംസാരിച്ചിരുന്ന ആൾക്കാർ പറഞ്ഞതുപോലെ തന്നെ സേഫ്റ്റി അവയർനെസ്സുമായിട്ട് ബന്ധപ്പെട്ട കുറേ സെമിനാറുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ കഴിവതും എല്ലാ ജനങ്ങളും തന്നെ ഇതിനകത്ത് പങ്കെടുത്ത് ഇവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും മറ്റ് ടിപ്സുകളും ഒക്കെ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓൺലൈനായിട്ട് കൊടുക്കുകയും ചെയ്യും. പിന്നെ അവിടെ വന്നാലും സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ട്. ഫ്രീ ആണ്, പക്ഷേ നമുക്ക് വരുന്നവരെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സൗകര്യത്തിന് വേണ്ടി.